ഹേ ഗായ്സ്, പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, എനിക്കൊന്ന് ടൗണിൽ പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഈ ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഷോർട്ട് ടോപ്പും ജീൻസും. അങ്ങനെ കളറ് പോകുന്നൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. ഞാൻ വാഷ് ചെയ്തു. ഒരു 3-4 പ്രാവശ്യം ഞാനിപ്പോൾ തന്നെ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈസ് എക്സ്ട്രാ കൂടുതൽ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഞാൻ ആദ്യമേ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല മോയ്സ്ചറൈസറാട്ടോ. എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാവരുടെയും കയ്യിൽ ഇത് തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് ടാനൊക്കെ ഉണ്ടായിരുന്നേ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത്. ഇപ്പം അത് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഓയിലി ആയിട്ടോ സ്റ്റിക്കി ആയിട്ടൊന്നും തോന്നത്തില്ല. നമുക്ക് ഒരു ബേസായിട്ട് എപ്പോഴും ഉപയോഗിക്കാവുന്ന സാധനമാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യണം. അടുത്ത് നമ്മൾ ഡോട്ട് ആൻഡ് കിയുടെ ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഇതും നമുക്കൊരു ഫൗണ്ടേഷനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ലുക്കിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ലുക്കിന് ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ തന്നെ ധാരാളമാണ്. ഇതും നല്ലതാട്ടോ. ഞാൻ അധികം ആയില്ല ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത് നമുക്കൊന്ന് കണ്ണെഴുതാം. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചാണ് കണ്ണെഴുതുന്നത്. പിന്നെ അടുത്തത് ലിപ്സ്റ്റിക്ക്, മെയിൻ ഐറ്റം. അത് ഞാൻ മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഈ ഷെയ്ഡ് നല്ല അടിപൊളിയാണ്. നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ടിരിക്കുന്ന പോലെ തോന്നും. ഒരുപാട് അങ്ങനെ തേക്കേണ്ടിയും വരത്തില്ല. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച കമ്മലാണ്. ജസ്റ്റ് റിങ്, ഇപ്പം തന്നെ ആ റിങ് ഇട്ടേക്കുന്നത്. ആ റിങ് മാറ്റി വേറെ റിങ്, അത്രേ ഉള്ളൂ. അടുത്തത് ഹെയർ സ്റ്റൈൽ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആ കെട്ടി വെച്ചേക്കുന്ന മുടി ഒന്ന് അഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി ഇടുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലായിട്ടോ കെട്ടിവെക്കുന്നൊന്നുമില്ല. അടുത്ത് നമുക്കൊരു ചെറിയ കറുത്ത പൊട്ട് തൊടാം. ലുക്കൊന്ന് സൂപ്പറാക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എങ്കിലും ഇരുന്നോട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. അടുത്തത് വാട്ടർ ഗേളിൻ്റെ പെർഫ്യൂമാണ്. ഇതും അത്യാവശ്യം നല്ല സ്മെല്ലാട്ടോ. ലാസ്റ്റ് ചെയ്യത്തില്ല എന്നൊരു പ്രശ്നമുള്ളൂ, പക്ഷേ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് ഇരിക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് നല്ല ബ്രൈറ്റായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. നല്ല ടോപ്പാട്ടോ, അത് ട്രൈ ചെയ്യണം. ഓക്കേ. ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അവൾക്ക് മനസ്സിലായി അവളെ ഇട്ടിട്ടാണ് പോകുന്നതെന്ന്. ഇനി പാല് കൊടുത്ത് ഉറക്കിയിട്ട് വേണം നമുക്ക് പോകാൻ.